ഇന്നത്തെ സംസാര വിഷയം ഗോസിപ്പാണ്. ഗോസിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ യൂട്യൂബേഴ്സിനെയോ വേറെ സെലിബ്രിറ്റീസിനെയോ ആരെങ്കിലും റോസ്റ്റ് ചെയ്യുന്നതോ ഗോസിപ്പ് ചെയ്യുന്ന വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ വീഡിയോ ആണെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്കിപ്പ് ചെയ്യാം. ഇത് അതുപോലത്തെ വീഡിയോ അല്ല. വി ആർ ഗോയിങ് ടു അനലൈസ് ഗോസിപ്പ്. മനുഷ്യന്മാർ എന്തിനാണ് ഗോസിപ്പ് പറയുന്നത്, എങ്ങനെയാണ് നമ്മളുടെ DNA-യിൽ ഗോസിപ്പ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ കയറി വന്നത്, ഗോസിപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ ഓവർകം ചെയ്യാം, ഒരു ഗോസിപ്പും ഒരു ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഗോസിപ്പ് ഇല്ലാതെ സമാധാനപരമായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദി ഷോ. നമ്മൾ ഏറ്റവും പണ്ട് എങ്ങനെ നമ്മൾക്ക് ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു വികാരം, ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ബ്രെയിനിൻ്റെ DNA-യിൽ കയറി വന്നു എന്നുള്ളതാണ് ആദ്യം ഇതിൻ്റെ ഭാഗം. അതിന് നമുക്ക് കുരങ്ങന്മാരെ തുടങ്ങാം. നമ്മുടെ പ്രിമേറ്റ്സ് ആയിട്ടുള്ള കുരങ്ങന്മാർ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യും. കുരങ്ങന്മാർ പരസ്പരം പേന് നോക്കി കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. എല്ലാ കുരങ്ങന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂം ചെയ്ത് കൊടുക്കും. ഇത് ആക്ച്വലി ഒരു സോഷ്യൽ ബോണ്ടിങ് ആണ്. അവരൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് കുരങ്ങന്മാരായിട്ടാണ് ജീവിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ എല്ലാവർക്കും ഒരു അടിസ്ഥാനപരമായ ബന്ധം വരാൻ വേണ്ടി ഇവർ സോഷ്യൽ ഗ്രൂമിങ് ചെയ്യും. പക്ഷേ മനുഷ്യന്മാർക്ക് അത് പോസിബിൾ അല്ല. 150 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് പണ്ട് കാലത്ത്. എങ്ങനെ ഗോസിപ്പ് വന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 150 ആൾക്കാർക്കും പോയിട്ട് പെയിൻ നോക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. ദാറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. സോ മനുഷ്യന്മാർ അവിടെയാണ് ഈ ഗോസിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വോക്കൽ ഗ്രൂമിംഗ് എന്നാണ് പറയുക. കുരങ്ങന്മാർ ചെയ്യുന്ന ഫിസിക്കൽ ഗ്രൂമിംഗ് ആണെങ്കിൽ നമ്മൾ വോക്കൽ ഗ്രൂമിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾക്ക് അറിയുന്ന ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അങ്ങനെ ആളുകൾ തമ്മിൽ ബോണ്ട് ബിൽഡ് ചെയ്യുക. ഇതാണ് വോക്കൽ ഗ്രൂമിംഗ്. അപ്പോൾ അന്നത്തെ ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വൈറ്റലായിരുന്നു. ഇപ്പോൾ ഒരാളെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളെ വിശ്വസിക്കാൻ പറ്റില്ല, അയാൾ ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ് എന്ന് ഇൻഫർമേഷൻ വേറൊരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാളുടെ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് ഗോസിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ DNA-യിൽ കയറി വന്നത്. ഇതിൽ നമുക്കൊരു അടിപൊളി എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീ പറഞ്ഞില്ല ഗ്രൂപ്പായിട്ട് താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൽ മനുഷ്യന്മാർ പണ്ട് കേവിലാണ് താമസിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഇപ്പം നമ്മൾ കടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ കാവൽ നിൽക്കാൻ ഒരാൾക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അയാൾ മടിയനാണെന്ന് വിചാരിക്കും. മടിയനാണെങ്കിൽ സിംഹം നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ നെക്സ്റ്റ് ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നു, നെക്സ്റ്റ് ഗ്രൂപ്പ് തൊട്ടടുത്ത ഗ്രൂപ്പായി നിൽക്കുമ്പോൾ അതിലൊരാൾ ഫുഡ് ഇവർ പിടിച്ചതിനെ രഹസ്യമായിട്ട് അവന് വേണ്ടി പോക്കറ്റിലാക്കിയെന്ന് വിചാരിച്ചത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവനോട് സർവൈവൽ മെക്കാനിസമാണ്. അപ്പൊ ഈ രണ്ടുപേരും കൂടി ക്ലബ് ആകുമ്പോഴാണ് നീ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ DNA-യിലേക്ക് ഈ സാധനം കണക്റ്റേ വന്നത്. അതെ, അബ്സല്യൂട്ട്ലി. അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അന്ന് അതൊരു സർവൈവലിന് വേണ്ടി ഉപയോഗിച്ച സാധനമാണെങ്കിൽ ഇന്ന് കറന്റ് സിറ്റുവേഷനിൽ അത് നമ്മുടെ സർവൈവൽ ആണോ അതോ നമ്മുടെ ലൈഫിന്റെ സമാധാനം കളയുന്ന സാധനമാണോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. ഉറപ്പായിട്ട് സമാധാനം കളയുന്ന സാധനമാണ്. അതിനുള്ളൊരു 3 പോയിന്റ്സ് എന്താണെന്നുണ്ടെങ്കിൽ, അന്ന് അതൊരു സോഷ്യൽ ഗ്ലൂ ആയിരുന്നു. ഗോസിപ്പ് എന്ന് പറയുന്നത് ആളുകൾ തമ്മിൽ സംസാരിക്കാനും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഒരു സോഷ്യൽ ഗ്ലൂ ബോണ്ട് പോലെ ഗോസിപ്പ് ആൾക്കാരെ 150 പേരുള്ള ഗ്രൂപ്പിനെ നിലനിർത്തുമായിരുന്നു. രണ്ടാമത്തെ ഒരു ഫാക്ടർ, അന്ന് ഇൻഫർമേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ ഓരോ കിട്ടുന്ന പീസ് ഓഫ് ഇൻഫർമേഷനും നമ്മുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കേസ് അതല്ല, ഇത് ഇൻഫർമേഷൻ വളരെ കൂടുതലാണ്. എവിടെ നോക്കിയാലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വിരൽ തുമ്പിൽ ഫുൾ ഡാറ്റയാണ്, നമുക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു നോയ്സ് ആണ്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ, കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്താണ് പോയി പറയുക. ഒരു ട്രസ്റ്റിന്റെ പുറത്ത് അത് പറയാം, അവൻ ഭക്ഷണം മോഷ്ടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഗ്രൂപ്പിൽ നിൽക്കുള്ളൂ, എന്നാലേ അത് ഗ്രൂപ്പിൽ സാർ. ഇന്ന് പക്ഷേ ഗോസിപ്പ് പറയുന്നത് ഒരാളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അവൻ എന്നെ ചതിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു കുഴപ്പമുണ്ട്. ഒരു പേഴ്സണലി ഒരാളുടെ ലൈഫ് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഗോസിപ്പ് ഉള്ളത്. ഇതിലുള്ള വേറൊരു പോയിന്റ് ഇന്നത്തെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇൻവിസിബിൾ ടാക്സ് നമ്മൾ ഓരോ തവണ ഗോസിപ്പ് പറയുമ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻവിസിബിൾ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മുകളിലുള്ള ട്രസ്റ്റ് ഒരാൾക്ക് നശിച്ചു പോകും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നിന്നെ പറ്റി ഗോസിപ്പ് പറയാമെന്ന് വിചാരിക്കാം, വേറൊരാളുടെ അടുത്ത്, സി എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് ഞാൻ നിന്നെ പറ്റി ഗോസിപ്പ് പറയാണ്. അപ്പം അയാൾ ഉറപ്പായിട്ട് ചിന്തിക്കില്ലേ, ഇന്ന് നീ അവനെ പറ്റി ഗോസിപ്പ് പറയുന്നുണ്ടെങ്കിൽ എന്നെ പറ്റിയും അവൻ വേറൊരാളുടെ ഗോസിപ്പ് പറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻവിസിബിളായിട്ട് കൊടുക്കുന്ന ഒരു ടാക്സ് ആണ്. ഇതിൽ ഇപ്പോൾ പ്രീവിയസ് ഈ ജനറേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് ഗ്രൂപ്പുകളിന് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് അത് ഇന്ന ആളെ വിലയിരുത്താനുള്ള ഒരു കാര്യമായിട്ട് നോക്കുമായിരുന്നു. ഇന്ന് നമുക്ക് എങ്ങനെ ഉപകാരം വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയ ജോലിക്ക് കയറി,
ജോലി കയറിയ സമയത്ത് അവിടെ സീനിയേഴ്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സ്റ്റാഫ് എന്ന് പറയണം മാനേജർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, അപ്പോൾ നീ നോക്കി നിൽക്കണം. രണ്ടാമത് ഇന്ന ആൾ സൂക്ഷിക്കാം, കാശ് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ജാഗ്രത പുലർത്താനുള്ളൊരു ന്യൂസാണ് തരുന്നെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യണമെന്നാണ് കഴിഞ്ഞ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം DNA കൂടെ നമുക്ക് വന്നു പക്ഷേ അതിലെങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗോസിപ്പ് നീ പറഞ്ഞ അൺവാണ്ടഡ് കാര്യം വരില്ല. നമുക്ക് ഒരാളെക്കുറിച്ച് അനാവശ്യമായിട്ട് പറയുന്ന കാര്യമല്ലേ, എന്താ പറയുക, റൂമർ, അവിടെയാണ് ഇത് നെഗറ്റീവായിട്ട് മാറുന്നത്. ഇപ്പം നീ പറഞ്ഞതിൽ ഒരു ഇൻഫർമേഷനും ഒരു ഗോസിപ്പും തമ്മിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ഈസി ആയിട്ട് പറയാം. ഇൻഫർമേഷൻ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ജോബി ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു, അവനാകെ ഡൗൺ ആണ്, നമുക്ക് അവനെ ഒന്ന് പോയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്ന് ഒരാളോട് നീ പറയുകയാണെങ്കിൽ അവിടെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഗോസിപ്പ് എന്ന് പറയുന്നത് ഒരാളെ എങ്ങനെ താഴ്ത്തി കെട്ടാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ജോബി ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് പോയിരിക്കുന്നത്, അവന് പ്രാന്താന്ന് തോന്നുന്നു, അവന്റെ സ്ക്രൂ മൊത്തം തെറ്റിക്കെടുക്കുക, അവന് വട്ടായിരിക്കുകയാണെന്ന് നീ വേറൊരാളോട് പറയുകയാണെങ്കിൽ അത് ഗോസിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് ഒരാളെ താഴ്ത്തിക്കെട്ടാനോ വെറും ജസ്റ്റ് ബോറടി മാറ്റാനോ ആണെങ്കിൽ ദാറ്റ് ഈസ് ഗോസിപ്പ്. ഇതിൽ ഒരു പോയിന്റ് എനിക്ക് കണക്ട് ചെയ്ത് വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്കെയിലുണ്ട്, എല്ലാത്തിനും എല്ലാ കാര്യത്തിനും സ്കെയിലുണ്ട്, ഗോസിപ്പിൻ്റെ സ്കെയിലുണ്ട്. ആ സ്കെയിലാണ് നീ ഇപ്പം ഈ പറഞ്ഞ ഇൻഫർമേഷൻ പറഞ്ഞ കാര്യം. അതിന് കണക്ട് ചെയ്യുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് സോഷ്യൽ വർക്കിന് പോകണമെന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് പോകുമ്പോൾ ഒരാൾക്ക് കുറച്ച് ഫിസിക്കലി അയാൾ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ പറയാണ്, എടാ അവന് ഫിസിക്കലി ഹാർഡുള്ള വർക്ക് കൊടുക്കരുത്, അവനത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് സ്കെയിലിന് അകത്തുള്ള കാര്യമാണ്. സ്കെയിലിന് പുറത്ത് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എടാ അവനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, വന്ന് പണിയെടുക്കൂല, വെറുതെ അവിടെ നിൽക്കും എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് സ്കെയിൽ തെറ്റിപ്പോണത്. അതാണ് ഇൻഫർമേഷൻ അവിടെ ആദ്യത്തെ ഒരു സൊല്യൂഷൻ ആണ്. അതെ, ആ ഫിസിക്കലി വർക്ക് ചെയ്യാൻ ഇത്ര ലിമിറ്റുള്ള ഒരാളുടെ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഇത്ര വർക്ക് കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. രണ്ടാമത്തെ അയാളെ താഴ്ത്തി കിട്ടാൻ വേണ്ടി പറയുന്നത്. രണ്ടാമത് ഇൻഫർമേഷനും ഗോസിപ്പും തമ്മിൽ എങ്ങനെ വ്യത്യാസം അറിയാമെന്ന് പറഞ്ഞാൽ, ആ ഇൻഫർമേഷൻ്റെ സോഴ്സ് എവിടെ നിന്നാന്ന് അന്വേഷിക്കണം. ഇപ്പം നമ്മൾ കണ്ടതോ നമ്മൾക്ക് നേരിട്ടോ അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻഫർമേഷൻ. ഞാൻ കണ്ടു, അവൻ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻഫർമേഷൻ. നമ്മൾ അഭ്യൂഹങ്ങൾ, നമ്മൾ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ദാറ്റ് ഇസ് ഗോസിപ്പ്. അവർ തമ്മിൽ ഡിവോഴ്സ് ആവുകയാണ്, അവൻ എന്തോ അവിഹിത ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതെ, ആ അസംഷൻസ് ഫുള്ള് ഗോസിപ്പാണ്. നേരെ മറിച്ച് നിനക്ക് ക്ലിയർ ആയിട്ട് ആ കാര്യത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അറിയാമെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് പീസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ബ്രെയിനിൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡോപ്പമിനാണ്. അതായത് ഒരു ലോട്ടറി അടിക്കുമ്പോൾ നല്ല ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് ഈ ഡോപ്പമിൻ റിലീസ് കുറ്റം പറയുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതായത് അത് നമ്മൾ അറിയാൻ നമ്മുടെ DNA വന്നു പോയൊരു കാര്യമാണ്, എവല്യൂഷൻ വഴി വന്നു പോയതാണ്, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പക്ഷേ ഡോപ്പമിൻ ഓവർ ട്രൂത്ത്, അതായത് ട്രൂത്ത് സത്യമാണോ അല്ലയോ നമുക്കറിയാത്ത ഊഹാഭോഗങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് ഗോസിപ്പ് പറയും. അവിടെയാണ് ഈ പറഞ്ഞ ഗോസിപ്പ് നെഗറ്റീവായിട്ട് ഒരാളെ ബാധിക്കുന്നതും അയാളുടെ ലൈഫ് തകരാറാക്കാൻ. ഒന്നും നമുക്ക് ആ ഇൻഫർമേഷനെ കുറിച്ച് കംപ്ലീറ്റ് അറിവില്ല, നമ്മളുടെ അസംഷൻസ് ആണ്. അത് ശരിയാവാം, ശരിയാവാതിരിക്കാം, അത് പറയാതിരുന്നൂടെ? അല്ല, അതില് പ്രശ്നം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണോ തെറ്റാണോ എന്ന് പറയണേക്കാട്ട് നമ്മൾ പ്രയോറിറ്റീസ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ ഡോപ്പമൈനാണ്. അതെ, അതുകൊണ്ടാണ് നമുക്ക് പ്ലഷർ വേണ്ടേ. എല്ലാവരും ഇടയ്ക്ക് പറഞ്ഞേക്കില്ലേ, ഒരു മനസ്സുഖം, അതാണ് വെയിറ്റ് സാർ, അതാണ് സംഭവം. എനിക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, പക്ഷെ എനിക്കത് പറയുന്നത് ആ മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഗോസിപ്പ് പറയുന്നത്. എന്തിനാണ് ബ്രോ ഈ മനസ്സുഖം? മൂന്നാമത്, ഇൻഫർമേഷനും ഗോസിപ്പും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാന്നുണ്ടെങ്കിൽ, ആ ഇൻഫർമേഷൻ കേട്ടതിന് ശേഷം ആ വ്യക്തിയോട് അത് കേട്ട ആൾക്ക് ഒരു സഹായം ചെയ്യാനുള്ള തോന്നലോ ഒരു സഹതാപം ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. ഇപ്പോൾ ഒരാൾ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എടാ അവന് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ അവനൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ. പക്ഷേ ഗോസിപ്പ് കേട്ട് കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് പുച്ഛവും വെറുപ്പൊക്കെയാണ് തോന്നുക. അവൻ അതന്നെ വേണം, അവനില്ലേ പണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. അവൻ്റെ ലൈഫിൽ നമുക്ക് അവനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ
അങ്ങനെയാണ് നിങ്ങളോട് ഒരാൾ വന്ന് കാര്യം പറയുന്നുണ്ടെങ്കിൽ അയാൾ ഗോസിപ്പ് ചെയ്യല്ല, ദാറ്റ് ഗൈ ഈസ് ഗുഡ്. പക്ഷേ ആ ഇൻഫർമേഷൻ നമ്മൾ കേട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് വെറുപ്പും ഒരുപാട് പുച്ഛവും ഒക്കെ നമുക്ക് ഒരാളെ പറ്റി തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടോക്സിക് ഗോസിപ്പിംഗ്. അങ്ങനെയുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ലൈഫിൽ നിന്ന് ചുരുട്ടിക്കൂട്ടി മടക്കിയെടുത്ത് വലിച്ച് പുറത്തേക്ക് എറിയുക, അതാണ് ചെയ്യേണ്ടത്. ബിക്കോസ് ലൈഫ് വിൽ ഗെറ്റ് മോർ ഡ്രമാറ്റിക്. ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ബാൻഡ് വിഡ്ത്ത് മീൻസ് നമ്മുടെ ബ്രെയിനിനൊരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. നമ്മൾക്ക് നമ്മുടെ ഫോണിലെ ബാറ്ററി പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഫോണിലുള്ള ഇൻറ്റേർണൽ മെമ്മറി പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും. നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ കയറ്റി വെച്ചാൽ നമ്മൾക്ക് റിയൽ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ ബാൻഡ് വിഡ്ത്ത് മൊത്തം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സ്പ്ലിറ്റായി പോവാണ്. നമ്മളെ യാതൊരു രീതിയിലും ബാധിക്കാത്ത, യാതൊരു ഉപകാരവും ഇല്ലാത്ത കുറേ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഈ ബാൻഡ് വിഡ്ത്ത് സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ട് എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രീം, നമ്മുടെ ഗോൾ, നമ്മുടെ അംബീഷൻ, നമ്മുടെ വർക്ക്, അവിടേക്ക് യൂസ് ചെയ്യാനുള്ള കോഗ്നിറ്റീവ് ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ നമ്മളുടെ എനർജി ടോക്സിക് ആയിട്ട് ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ ആ ആളുകളെ ലൈഫിൽ നിന്ന് തട്ടി മാറ്റിക്കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി സോ ഫക്കിംഗ് ഗുഡ്. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ നീ പറഞ്ഞ ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു പോയിന്റ് പറഞ്ഞാൽ നോ ഇൻഫർമേഷൻ നോ ഗോസിപ്പ് എന്നുള്ളതാണ്. അതൊരു കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളോട് ഒരാൾ വന്നിട്ടൊരു കാര്യം ഗോസിപ്പ് ചെയ്യണതാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്, പിന്നെ നമ്മൾ ലോക്കായിപ്പോയി ആ സിറ്റുവേഷൻ, നമ്മൾ അദ്ദേഹത്തെ കേൾക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ലോക്കായിപ്പോയി എന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമുക്ക് ഇൻഫർമേഷൻ വേണ്ടത് മാത്രം എടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞൊരു കാര്യം നമുക്ക് ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് മാത്രം നമ്മൾ മൈൻഡിൽ കയറ്റുക, ബാക്കിയുള്ളതൊക്കെ അവസാനിപ്പിക്കുന്നുണ്ട്, അതിനെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അതിൽ നമ്മൾ അത് കഴിഞ്ഞ് വേറെ കാര്യം എൻഗേജ് ആയിട്ട് വിടുക. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായ കാര്യമാണ്. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് അതിനുള്ളൊരു മെത്തേഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സ്വന്തം സംസാരിക്കുക, അതായത് ഈ പറഞ്ഞ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ കണ്ണാടി പോയിട്ട് സംസാരിച്ചിട്ട് അവസാനിപ്പിച്ചു വിടുക. അതിനെ ഇൻഫർമേഷൻ കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ കുറേ നേരം ന്യൂസ് കാണുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എന്തിനാ അത് കണ്ടിട്ട് വൈകുന്നേരം ഒരു 10 മിനിറ്റ് മാത്രം കാണുക. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഒരു ബന്ധു വന്നു, നാളെ നിനക്ക് ജോലിക്ക് പോകണം, നിനക്ക് ബന്ധു വന്നുകൊണ്ട് അത് ന്യൂസിലൂടെ അറിഞ്ഞു, അപ്പോൾ നിനക്ക് ആൾട്ടർനേറ്റീവ് മെത്തേഡ് കണ്ടുപിടിക്കണം വഴിയായി, നിനക്ക് ജാഗ്രത പുലർത്താം. രണ്ടാമത് ബാങ്ക് അടച്ചു, നാളെ നിനക്ക് ഫിസിക്കലായിട്ട് ബാങ്കിൽ പോയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം ബാങ്ക് അവധിയാണെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് ഡിജിറ്റലി ചെയ്യാൻ നിൻ്റെ ഒരാളുടെ ഹെൽപ്പ് ചോദിക്കാൻ സെക്രട്ടറി മാർക്കോടെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം 10 മിനിറ്റ് കണ്ടാൽ മതി. ഇത് ആവശ്യമുള്ള ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് വേണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നോ ഇൻഫർമേഷൻ നോ ഗോസിപ്പ്. ഇൻഫർമേഷൻ ഉള്ളിലുണ്ടെങ്കിലല്ലേ ഗോസിപ്പ് ഉണ്ടാവുള്ളൂ. ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ആദ്യം നോ എന്ന് പറയാൻ പഠിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ടൈം പീരീഡിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഇൻഫർമേഷൻ, നമ്മൾ കാണുന്ന ഇൻഫർമേഷനൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബ്രെയിനിലേക്ക് ക്യാപ്ചർ ആവും. അതൊക്കെ നമ്മൾ ഒരുപാട് മുന്നേ സംസാരിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ തവണ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ തുറന്നാലും ടോക്സിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ബിക്കോസ് ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കിട്ടുന്ന പബ്ലിസിറ്റി വളരെ കൂടുതലാണ്. whenever you open social media or whenever you open news channel, അവർ ഡിബേറ്റ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ രസത്തോടെ കാണുന്നതിൻ്റെ റീസൺ ഹ്യൂമൻ ബ്രെയിൻ ഈസ് വയർഡ് ഇൻ സച്ച് എ വേ വി ലവ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ആദ്യം തന്നെ ആ നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ മുഴുവൻ ഷട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നോ എന്ന് പറയാനുള്ള ധൈര്യം കണ്ടുപിടിക്കണം. ഒരുപാട് ഇൻഫർമേഷൻ വരും, നോ ദിസ് ഇസ് നോട്ട് മൈ പീസ് ഓഫ് ഇൻഫർമേഷൻ, ദിസ് ഇസ് നോട്ട് മൈ പീസ് ഓഫ് ഇൻഫർമേഷൻ, ഇതൊന്നും എനിക്ക് വേണ്ട ഇൻഫർമേഷൻ അല്ല എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ലൈഫിൽ നിന്ന് ഒരുപാട് ഡ്രാമ ഒഴിവാക്കാൻ പറ്റും. അതിനാദ്യം നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ മൊത്തം നോ. അതൊരു അൺവാണ്ടഡ് പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ കേട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറച്ച് കിട്ടാൻ പോകുന്നില്ല. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗോസിപ്പ് നമ്മൾ പറയുന്നത് ഗോസിപ്പാണോ എന്ന് നമ്മൾ അറിയാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഗോസിപ്പാണോ അല്ലയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സഞ്ജു സാംസൺ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യയുടെ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സും ആ ഇന്ത്യയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 20 റൺസൊക്കെ കഴിഞ്ഞപ്പോൾ സഞ്ജു സാംസൺ ഡ്രോപ്പ് ക്യാച്ച്, അതായത് അടിച്ച പന്ത് അവിടെ നിന്ന് ഫീൽഡർ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ എല്ലാവരും അദ്ദേഹത്തിന് പൊഴുത്തിയ സമയത്ത്, അതായത് 88 റൺസ് സംതിങ് എടുത്തപ്പോൾ പൊഴുത്തിയ സമയത്ത്
ഈ ഇദ്ദേഹത്തിന് പറ്റിയൊരു മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു, സാധാരണമായിട്ട് നമ്മൾ കണ്ടുപിടുക അതില്ലെങ്കിൽ കാണായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇദ്ദേഹം കളിച്ച എല്ലാ കളികളിലും വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യം മാത്രം മുൻതൂക്കി സംസാരിക്കുക. അയാൾ ഡ്രോപ്പ് ആയതുകൊണ്ടാണ് 89 അല്ല, അത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവിടെയാണ് നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ഗോസിപ്പാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പറയുന്നത്. ഇതിന് വളരെ ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ അതിനെ പറയുന്നൊരു പേരാണ് ടോൾ പോപ്പി സിൻഡ്രോം എന്ന് പറയും. ടോൾ പോപ്പി സിൻഡ്രോം. അതിൻ്റെ അർത്ഥത്തിലേ ഉള്ളൂ, പോപ്പി ഫ്ലവേഴ്സ് ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 2-3 ചെടികൾ മാത്രം ഇങ്ങനെ പൂക്കൾ മാത്രം പൊന്തി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് കട്ട് ചെയ്ത് കളയും, എല്ലാം ഒരു ലെവലാക്കാൻ വേണ്ടിയിട്ട്. അത് ഇത്ര നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ അത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഉയർന്നു പോയ സമയത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാണ്ട് അയാളിനെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സിൻഡ്രോമാണിത്. അതിൽ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്ന സംഭവം. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സന്തോഷമല്ല, കുശുമ്പ് അവിടെ ജനറേറ്റ് ആവുക. അപ്പോൾ കുശുമ്പ് ജനറേറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയുധമില്ലാത്ത ഒരു ടോർച്ചറിന് തയ്യാറാവും. ആയുധമില്ലാത്ത ടോർച്ചറാണ് നമ്മൾ ഈ ഗോസിപ്പ്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റം മാത്രം പറഞ്ഞു നടക്കുന്നത് ആണ് ഇയാളെ മാനസികമായിട്ട് തകർക്കും. അപ്പോൾ അയാൾ താഴേക്ക് വീഴും. ഇത് പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. ഉപകാരം എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു 400 മീറ്റർ റേസിലേക്ക് പോകണം. 400 മീറ്റർ റേസിലേക്ക് നമ്മൾ റണ്ണിങ് ചെയ്യുന്നു. എല്ലാവർക്കും തുല്യമായ നീതി റൂൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 400 മീറ്റർ ഇങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേക്കും ഒരുത്തിന് കട്ട് ചെയ്ത് കയറിയിട്ട് അവൻ ജയിച്ചു. ആ ജയിച്ചതിനെ തടയാനായിട്ടാണ് ഈ ടോൾ പോപ്പി സിൻഡ്രോം എന്നുള്ള പ്രക്രിയ വന്നിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള മനുഷ്യന്മാർ ഇത് എതിർക്കും, ഇവൻ നിയമം തെറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൻ വേറെ തരത്തിലാണ് ഇത് ജയിച്ചതെന്നുള്ളത് എതിർക്കും. പക്ഷേ എവിടെ പ്രോബ്ലം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ 400 മീറ്ററും കറക്റ്റായിട്ട് ഓടി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ പറയും, അവൻ ഉത്തേജകം മരുന്ന് കുത്തിവെച്ചിട്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് ഗോസിപ്പ് പ്രകടിപ്പിക്കും. അപ്പോൾ അവൻ ജയിച്ചു, പക്ഷെ അവന് സമ്മാനം കിട്ടിക്കഴിഞ്ഞാലും അവനെ മാനസികമായിട്ട് തകർക്കും. ഇനി ഇതേപോലെ തന്നെ ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ നമ്മുടെ ഉന്നതിയിലിരിക്കുന്ന ആൾ, ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾ സമൂഹത്തിൽ അയാൾ ഒന്ന് തകർന്നു കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കാറെന്ന് പറഞ്ഞാൽ 100% ആൾക്കാരെല്ലാം ആ സാധനം ഉണ്ട്. പക്ഷേ അതെങ്ങനെ എന്തൊക്കെയായിരുന്നു വേണം അതിന് ദുബായ് ഉണ്ട അങ്ങനെയൊക്കെ പറയും. എന്തായി കണ്ടില്ലേ സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്ന കാര്യമല്ല. അത് നമ്മളൊരു സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് കണക്കാക്കും. അതായത് ഇവന് ഈ കിട്ടിയത് അർഹതപ്പെടാതെ കിട്ടിയൊരു സാധനമാണ്, അപ്പോൾ അത് താഴെ വീണം. അപ്പോൾ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിത് ഗോസിപ്പാണെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ ഇത് നല്ല കാര്യമായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി അത് നല്ല കാര്യമൊന്നുമല്ല, നല്ല കാര്യമല്ല. ഇനി ഇതേപോലെ നമുക്ക് സന്തോഷം തോന്നുന്നില്ല. അതായത് വേറെ ആൾക്ക് ലൈഫിൽ തകർച്ച വരുന്ന സമയത്ത് നമ്മൾ എന്തിനാ സന്തോഷിക്കണേ? ഇതിൽ എങ്ങനെ നല്ല കാര്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ഒരാൾ താഴെ തകർന്നു കഴിയുമ്പോൾ സന്തോഷിക്കുമെന്ന് തോന്നിയ പ്രക്രിയയില്ലേ, അതിന് ഷാൻഡൻ ഫ്രൂയിഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻ വാക്കാണത്. എന്തായിരുന്നു ഷാൻഡൻ ഫ്രൂയിഡേ? അതായത് സിമ്പിളായിട്ട്, അതായത് അവനെ സന്തോഷിക്കുക, അത് നമ്മൾ മറ്റുള്ളവൻ്റെ തകർച്ച കാണുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരു സോഷ്യൽ കാൽക്കുലേറ്റർ ഉണ്ട്. എപ്പോഴും നമ്മുടെ മനസ്സിൽ സോഷ്യൽ കാൽക്കുലേറ്റർ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവനെയും കാട്ട് മുമ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ അവൻ ചെയ്തൊരു കാര്യം നമ്മളെയും കണ്ട് കൂടുതലാണോ, അങ്ങനെ എപ്പോഴും നമ്മുടെ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നല്ല വശമാണ്, ചീത്ത വശമാണ്. നല്ല വശം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചിട്ട് അതിൽ ബിൽഡ് ചെയ്ത് ഗ്രോ ചെയ്ത് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ, അതാണ് 1% ആൾക്കാർ. പക്ഷേ ചീത്തയായിട്ട് ചിന്തിച്ച ആൾക്കാരാണ് ഈ ഗോസിപ്പിൽ പെട്ടുപോയിട്ട്, ട്രാപ്പിൽ പെട്ടുപോയിട്ട് താഴെ വീണ് കിടക്കുന്ന ആൾക്കാർ. അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയ ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ട് ഇത് കൂടെ നടക്കും, മറ്റേ കയറിപ്പോയിട്ടുണ്ടാവും. ഇതാണ് സംഭവിക്കണേ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന വളരെ ഒരു ഫണ്ണി ആയിട്ടൊരു ഫാക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നല്ല ഉയർന്നിരിക്കുന്ന ആൾ തകർന്നു എന്ന് വിചാരിക്കും. ആ തകർന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവണതിൻ്റെ വേറൊരു കാര്യം, നമ്മൾ എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരികയല്ല ചെയ്തിരിക്കണം, അവൻ താഴെ വന്നു. അപ്പോൾ ഈ സോഷ്യൽ കാൽക്കുലേറ്റർ പറയും, നീ അവന് തമ്മിൽ സ്റ്റാറ്റസ് ഗ്യാപ്പ് സെയിം ആണ്. നേരത്തെ എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അവൻ ഉയർന്നു നിൽക്കുന്നു, ഞാൻ നിൽക്കണം. പക്ഷേ തകർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉയർന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ എഫേർട്ട് എടുത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ സ്റ്റാറ്റസ് ഗ്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യും, ഇപ്പം നമ്മൾ സെയിം ആണ്, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്, ഇങ്ങനത്തെ വിചാരിച്ചിട്ട് സന്തോഷിക്കും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഗോസിപ്പായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനി ഗോസിപ്പ് പറഞ്ഞേ അടങ്ങുള്ളൂ, ഗോസിപ്പ് പറഞ്ഞാലേ സന്തോഷം വരുള്ളൂ എന്നുള്ള ആൾക്കാരാന്ന് വിചാരിക്കുക. എന്നാലും സൊല്യൂഷൻ ഉണ്ട്, പോസിറ്റീവ് ഗോസിപ്പ് ചെയ്യുക. എക്സാമ്പിൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഉള്ളൊരു മാരേജിനോ
എല്ലാവരും കൂടെ കൂടുന്ന ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് അവിടെ ഇല്ലാത്ത ഒരാളെ പറ്റി നല്ലത് പറയും. അതെ. ഇപ്പം നീ ഒരു സ്ഥലത്തില്ല, അപ്പം ഞാൻ പറയാണ് ജോബി അന്ന് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു കാര്യം ചെയ്തു, അതുകൊണ്ട് അത് അടിപൊളിയായി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അയാളെ പറ്റി നല്ലത് പറഞ്ഞത് അയാൾ പിന്നീടൊരവസരത്തിൽ വേറെ ആരോ പറഞ്ഞ് അറിയാൻ സാധ്യത വന്നു എന്ന് വിചാരിക്കുക. അന്ന് രാകേഷ് ഇങ്ങനെ നിന്നെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ആൾക്ക് നിങ്ങളുടെ മുകളിലെ ട്രസ്റ്റും സ്നേഹവും ഭയങ്കരമായിട്ട് കൂടും. നിങ്ങൾ പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു തവണയെങ്കിലും നമ്മളെപ്പറ്റി ഒരാൾ നല്ലത് വേറൊരു സ്ഥലത്ത് നമ്മളില്ലാത്ത സമയത്ത് നമ്മളുടെ ആബ്സെൻസിൽ പറഞ്ഞു എന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അയാളോട് നല്ലൊരു ട്രസ്റ്റും സ്നേഹമൊക്കെ തോന്നും. സോ ഇനി ഗോസിപ്പ് പറഞ്ഞേ അടങ്ങുള്ളൂ എങ്കിൽ പോസിറ്റീവായിട്ട് ഗോസിപ്പ് ചെയ്യേ, നെഗറ്റീവായിട്ടുള്ള ഗോസിപ്പ് വേണ്ട. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ലൈഫിൽ ഔട്ട്കംസ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഔട്ട്കംസ് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എല്ലാ സൈക്കോളജിയാണ് ഇപ്പോൾ ജോബി പറഞ്ഞു തന്നത്. ഒരു ഔട്ട്കമ്മും ഇല്ല. സോ ഈ സെഷൻ റാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇത് കണ്ട് ഈ വീഡിയോ ഇത്ര നേരം കണ്ട ആൾക്കാർ ഇവിടെ ഈ പോയിന്റിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഒരാളെ പറ്റിയും ഗോസിപ്പ് പറയില്ല. എത്ര വലിയ ശത്രു ആയിക്കോട്ടെ, നിങ്ങളെ എന്ത് ലൈഫിൽ ചെയ്ത ആളായിക്കോട്ടെ, അയാളെ പറ്റി ഒന്നും ഞാൻ ഒരു നെഗറ്റീവായിട്ടുള്ള ഗോസിപ്പും പറയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച് ഒരു 24 hours ലൈഫിൽ കംപ്ലീറ്റ് ചെയ്യുക. ആ 24 hours കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന സമാധാനവും സന്തോഷവും അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ്. ഹാപ്പി പോസിറ്റീവായിട്ടുള്ള ലൈഫിൽ ഗോസിപ്പൊന്നും പറയാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വി വിൽ കം ബാക്ക്. ബൈ ബൈ.